അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അർത്ഥം എഴുതുകയാണ്. ഫസ്റ്റ് റോമൻ ലെറ്ററിൽ അർത്ഥം എഴുതുക എന്ന് എഴുതുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരു. തരു. എഴുതിയോ? തരു. തരു അർത്ഥം എഴുതാൻ. ആരും ബുക്കിനെ ഹെൽപ്പ് ചെയ്യണ്ട, സ്വന്തമായി അറിയുന്ന കാര്യം മാത്രം എഴുതിയാൽ മതി. അർത്ഥം എഴുതുകാന്ന് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, തരൂന്ന് എഴുതണം. തരൂ അതിന്റെ അർത്ഥം. ഓക്കെ മിസ്, ആര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കാണും. ടെക്സ്റ്റിനെ ആശ്രയിക്കുന്നുണ്ടോ എന്ന് ഞാൻ കാണും ഇവിടുന്ന്. ഓക്കെ നെക്സ്റ്റ് തടിനി. തടിനി അർത്ഥം എഴുതണം. തടിനി എന്താ വെച്ചാ? തടിനി കേട്ടിട്ടേ? തടിനി കേട്ടോ? നെക്സ്റ്റ് കല്ലോലം. കല്ലോലം. കല്ലോലം എന്താ മിസ്സേ? അർത്ഥം എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അർത്ഥം എഴുതുക. അതിലൊന്ന് തരൂ, 2 തടിനി, 3 കല്ലോലം, 4 ശ്രേണി. എക്സാം ആണോ? ആ എക്സാം ആണ് ജുവാന. വൈ ആർ യു ലേറ്റ്? ക്ലാസ് കട്ടായി പോവായിരുന്നു. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ, തുടങ്ങിയതേ ഉള്ളൂ. മൂന്നാമത്തേത് കല്ലോലം. അർത്ഥം എഴുതണം. കല്ലോലം എന്ന വാക്കിന്റെ അർത്ഥം എഴുതണം. ഓക്കെ അപ്പൊ 4 എണ്ണായി അല്ലേ? 4 എണ്ണത്തിന് 2 മാർക്ക്. 4 എണ്ണം ശരിയായ എത്ര മാർക്ക്? 2 മാർക്ക്. ഫസ്റ്റ് ഒന്ന് തരൂ. തരൂ അർത്ഥം എഴുതണം. തരൂ എന്ന വാക്കിന്റെ അർത്ഥം എഴുതണം. രണ്ടാമത്തത് തടിനി. കേൾക്കുന്നില്ലേ മക്കളെ? തടിനി. 3 കല്ലോലം, 4 ശ്രേണി. 4 ശ്രേണി. എന്തേ ജീവ കേൾക്കുന്നില്ലേ? ചെവിയെല്ലാം ഒന്ന് ഇതെല്ലാം ആക്കി നോക്കുന്നുണ്ട്. ഓക്കെ ശ്രേണി. അപ്പൊ 4 എണ്ണായേ. അര മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ 4 എണ്ണത്തിന് 2 മാർക്ക്. ഓക്കെ അപ്പൊ നെക്സ്റ്റ് പര്യായ പദം എഴുതുകയാണ്. പര്യായ പദം. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭൂമി. പര്യായ പദം എഴുതാനാണ് ശ്രീവിഷ്ണു. ഭൂമി. നിജാതെ കേൾക്കുന്നുണ്ടോ? നിജാതെ മിസ് ഇതിന്റെ ഇടയ്ക്ക് കോള് വന്നു. എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറയോ? ആ മിസ്സേ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതെ അല്ലേ? എഴുതിക്കോ. അർത്ഥം എഴുതുകയാണ് ജുവാന ആദ്യത്തേത് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് 1 അർത്ഥം എഴുതാൻ തരൂ, രണ്ടാമത്തത് തടിനി, 3 കല്ലോലം, 4 ശ്രേണി. അത് കഴിഞ്ഞാൽ പര്യായ പദം എഴുതുകയാണ്. അതിൽ 1 ഭൂമി. ഭൂമി എന്ന വാക്കിന്റെ പര്യായ പദം എഴുതണം. നെക്സ്റ്റ് മരം. രണ്ടാമത്തെ മരം. രണ്ടാമത്തെ മരം. കേൾക്കുന്നില്ലേ മക്കളെ? മരം. മരം എഴുതിയോ? 3 പറയട്ടെ. 3 മനസ്സ്. 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 എഴുതിയോ? മനസ്സ്. അപ്പൊ 3 എണ്ണം പര്യായ പദം എഴുതാൻ എഴുതിയോ? അപ്പൊ ഓരോരോ മാർക്ക് പര്യായ പദത്തിന്
കാരണം 3 വീതം എഴുതണം പര്യായപദം. അതുകൊണ്ട് 1 മാർക്ക് ഒന്നിന്. അപ്പൊ 3 മാർക്ക്. ടോട്ടൽ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇപ്പോ? 5 മാർക്ക്. മൂന്നാമത്തെ മനസ്സ്. പര്യായപദം എഴുതുകയില് മൂന്നാമത്തത് മനസ്സ്. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. മൂന്നാമത്തെ അല്ല ഒന്നാമത്തെ പര്യായപദം എഴുതിയതിൽ ഒന്നാമത്തത് ഭൂമി, രണ്ടാമത്തത് മരം, മൂന്നാമത്തത് മനസ്സ്. മൂന്നാമത്തത് മനസ്സ്. മനസ്സ് എന്ന വാക്കിന്റെ പര്യായപദം എഴുതണം. അപ്പൊ 1 മാർക്കാണ് ഒന്നിന്. ഇങ്ങനെ 3 മാർക്ക്. യെസ്, ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഇടും. ഇപ്പൊ ആകെ 4-5 ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തെ ചോദ്യം ഏതാ? ഓക്കെ, നെക്സ്റ്റ്. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഏത് പര്യായപദത്തിലാ? മൂന്നാമത്തത് മനസ്സ്. പര്യായപദത്തിൽ മൂന്നാമത്തത് മനസ്സ്. ഓക്കെ, അപ്പൊ ഇനി ഉത്തരം എഴുതുകയാണ്. ഉത്തരം എഴുതുക ആണ് മൂന്നാമത്തെ റോമൻ ലെറ്റർ. ഉത്തരം എഴുതുക. അതില് ജോയലെ ശ്രദ്ധിക്കണേ, ജോയൽ പഠിച്ചിട്ടേ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെൽപ്പാട വീഥികൾ എന്താണ് അണിഞ്ഞു നിൽക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെൽപ്പാട വീഥികൾ എന്താണ് അണിഞ്ഞു നിൽക്കുന്നത്? ചോദ്യം എഴുതണ്ടല്ലോ. ആ പാട്ട് ഒരു ഒറ്റ പ്രാവശ്യം ഞാൻ പാടി പഠിപ്പിച്ചാണ്. ആ പാട്ട് കേട്ട ഒരാൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി. നെൽപ്പാട വീഥികൾ എന്താണ് അണിഞ്ഞു നിൽക്കുന്നത്? അത് മാത്ര. ചങ്ങമ്പുഴയുടെ നല്ല കവിത. എന്നിട്ട് പോലും നിങ്ങളുടെ ഓർമ്മയിൽ അതില്ലെങ്കിൽ പിന്നെ നെൽപ്പാട വീഥികൾ എന്താണ് അണിഞ്ഞു നിൽക്കുന്നത്? എന്താണ് അണിഞ്ഞു നിൽക്കുന്നത് എന്ന് എഴുതിയാൽ മതി. നെൽപ്പാട വീഥികൾ എന്താ അണിഞ്ഞു നിൽക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയോ? അർജുൻ കേൾക്കുന്നുണ്ടോ? അർജുൻ, എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. അപ്പോഴേക്ക് കട്ടാവൂ അല്ലെ? നിജാദ് ചെയ്യണ്ട. നിജാദിന് വീഡിയോ ഓൺ ചെയ്താൽ കിട്ടൂല. ഓക്കെ ഓക്കെ, നെൽപ്പാട വീഥികൾ എന്താണ് അണിഞ്ഞു നിൽക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയോ? ഫിനിഷ്? യെസ് ആണോ? ഓക്കെ, അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എഴുതിക്കോ. മലനിരകൾക്കു പിന്നിൽ വന്ന് എത്തി നോക്കിയത് ആര്? മലനിരകൾക്കു പിന്നിൽ വന്ന് എത്തി നോക്കിയത്. വൺ വേർഡ് ആയിട്ട് എഴുതിയാ മതിയോ? വൺ വേർഡ് ആയിട്ടല്ല, ഒരു ആൻസർ എങ്ങനെയാ ചെയ്യേണ്ടത്? നിങ്ങൾ 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് അല്ലേ? അപ്പൊ അതിൻ്റെതായ രീതിയിൽ ആൻസർ ചെയ്യാം. നെൽപ്പാട വീഥികൾ വന്ന് അത് കഴിഞ്ഞിട്ട് മലനിരകൾക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മലനിരകൾക്ക് പിന്നിൽ വന്ന് എത്തി നോക്കിയത് ആരാണ്? അതാണ് ചോദ്യം. മലനിരകൾക്ക് പിന്നിൽ വന്ന് എത്തി നോക്കിയത് ആര്? ആരാ ജോയലെ? ആ പാട്ട് പാടി. രണ്ടാമത്തെ ആണോ? ഇത് ഉത്തരം എഴുതുകയിൽ രണ്ടാമത്തത്. ആദ്യത്തെ ഒന്നാമത്തത് വൺ വേർഡ് ആയിട്ട് എഴുതിയാ പോരടാ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ എഴുതണം. വൺ വേർഡിന്റെ ഉത്തരം എന്നിട്ട് എഴുതുക. ഇതാണ് മലനിരകൾക്ക് പിന്നിൽ വന്ന് എത്തി നോക്കിയത് എഴുതുക. ആരാന്ന് വെച്ചാൽ അയാളെ പേര് എഴുതിയിട്ട്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ 1 നെൽപ്പാട വീഥികൾ എന്താണ് അണിഞ്ഞു നിൽക്കുന്നത്? 2 മലനിരകൾക്ക് പിന്നിൽ വന്ന് എത്തി നോക്കിയത് ആര്? 3 എപ്പോഴാണ് മഴ പെയ്യുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എപ്പോഴാണ്? യെസ്, അർജുന് നെറ്റ് ഭയങ്കര പ്രോബ്ലം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ മക്കളെ? നെൽപ്പാട വീഥികൾ എന്താണ് അണിഞ്ഞു നിൽക്കുന്നത്? രണ്ടാമത്തത് മലനിരകൾക്കും പിന്നിൽ വന്ന് എത്തി നോക്കിയത് ആര്? 3 എപ്പോഴാണ് പൂമഴ പെയ്യുന്നത്? എപ്പോഴാണ് പൂമഴ പെയ്യുന്നത്? ആ പാട്ട് തന്നെ ഉണ്ട്. പാട്ട് പാടി പഠിച്ചാൽ തന്നെ അറിയുന്ന. എപ്പോഴാണ് പൂമഴ പെയ്യുന്നത്?
എന്റെ ജോയിലെ ആ പാട്ടിലുണ്ടല്ലോ ആൻസർ മാത്രം എഴുതിയാ പോരെ, ക്വസ്റ്റ്യൻ എഴുതണ്ടല്ലോ. വേണ്ട, ക്വസ്റ്റ്യൻ എഴുതണ്ട, ആൻസർ മാത്രം എഴുതിയാ മതി. എപ്പോഴാണ് പൂമഴ പെയ്യുന്നത് എഴുതിയോ എല്ലാവരും? അപ്പൊ 3 ക്വസ്റ്റ്യൻ ആയി. 3 എണ്ണത്തിന് 1 1 3 1 4 ആയി. അപ്പൊ 5 അവിടെയായി. 5 4 9 ആയി. ഇനി ഒരു അര മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അര മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ ഇല്ലാതെ? ഓക്കെ, ഗുഡ്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എപ്പോഴാണ് പൂമഴ പെയ്യുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ 9.5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയേ. ഇനി അടുത്ത അര മാർക്കിന്റെ ക്വസ്റ്റ്യൻ പറയാം. പുലരൊളി. പുലരൊളി എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം? പുലരൊളി പിരിച്ചെഴുതുന്നതാണ്, പിരിച്ചെഴുതുക വേണ്ടത്. പുലരൊളി എങ്ങനെ പിരിച്ചെഴുതാം? പുലരൊളി. എന്താ ജീവ? പുലരൊളി കേൾക്കുന്നില്ലേ? പുലരൊളി പിരിച്ചെഴുതണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എപ്പോഴാണ് പൂമഴ പെയ്യുന്നത്? കേട്ടോ? എപ്പോഴാണ് പൂമഴ പെയ്യുന്നത്? എന്താ ശ്രീവിഷ്ണു പറഞ്ഞോ? മിസ്സേ പിന്നുണ്ടല്ലോ ഈ നാലാമത്തെ ചോദ്യം എന്നായിരുന്നു? നാലാമത്തത് പിരിച്ചെഴുതാനാണ് മോനെ, ഒറ്റന്നേ ഉള്ളൂ. അപ്പൊ പുലരൊളി. പുലരൊളി. പുലരൊളി പിരിച്ചെഴുതുക. പുലരൊളി എങ്ങനെയാ പിരിച്ചെഴുതേണ്ടത് എഴുതുക. ഓക്കെ. അപ്പൊ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടല് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എന്താ അർജുൻ? പിരിച്ചെഴുതേണ്ടത് പുലരൊളി. പുലരൊളി. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എപ്പോഴാണ് പൂമഴ പെയ്യുന്നത്? പരീക്ഷ കഴിഞ്ഞോ? 10 ഉള്ളൂ. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തിനാ മിസ്സേ പിരിച്ചെഴുതണ്ടേ? പുലരൊളി. പുലരൊളി എന്ന വാക്ക് പിരിച്ചെഴുതണം. കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞോ? ജീവ ഫിനിഷ് ആയോ? അതിനാ ഫിനിഷ്. ശ്രീവിഷ്ണു, ഹെവൻ ഫിനിഷ് ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. എന്തായി മോനെ? നിജാദ് ജുവാന ചോദ്യം പറയണോ ഒന്നുകൂടി? അശ്വിൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പം ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണോ? പിരിച്ചെഴുതുകയാണ്. അതില് പുലരൊളി. അതല്ല, പിന്നേതാ? മൂന്നാമത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാ? അതെന്നെ പുലരൊളി പിരിച്ചെഴുതാൻ. പുലരൊളി എന്ന വാക്ക് പിരിച്ചെഴുതണം. നാലാമത്തേന്നല്ല, അത് വേറെ തന്നെ. അവസാനം ഒരു അര മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ 3 ഉള്ളൂ. 3 3. മിസ് എനിക്കും അർത്ഥം പറഞ്ഞു. അർത്ഥം എന്താ അർജുൻ? എനിക്ക് അർത്ഥം കിട്ടിയിട്ട് അതിന്റെ ഇടയ്ക്ക് റേഞ്ച് കട്ടായി പോയി. ശ്രദ്ധിക്കേ. ഒന്നുകൂടി ഞാൻ ആദ്യം മുതലുള്ളത് പറയാ. ആദ്യം അർത്ഥം എഴുതുകയാണ്. അതിലൊന്ന് തരൂ, 2 തടിനി, 3 ത്രിലോലം, 4 ശ്രേണി. അങ്ങനെ 4 എണ്ണം എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. അത് കഴിഞ്ഞ പര്യായ പദം എഴുതുക. അതിൽ ഫസ്റ്റ് വൺ ഭൂമി, സെക്കൻഡ് വൺ മരം, തേർഡ് വൺ മനസ്സ്. അപ്പൊ 3 എണ്ണം എഴുതിയ എത്ര മാർക്ക്? 3 കേട്ടോ. പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ഉത്തരം എഴുതുകയാണ്.
അതിൽ ഫസ്റ്റ് വൺ ചോദ്യം, നെൽപ്പാട വീതികൾ എന്താണ് അണിഞ്ഞു നിൽക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മലനിരകൾക്ക് പിന്നിൽ വന്ന് എത്തി നോക്കിയത് ആര്? 3, എപ്പോഴാണ് പൂമഴ പെയ്യുന്നത്? പിന്നെ അപ്പൊ ഇത് 1.5 അപ്പൊ 4.5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബാക്കി ഒരു 1/2 മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പുലരൊളി എന്ന വാക്ക് പിരിച്ചെഴുതാൻ പറഞ്ഞു. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യനേ ഉള്ളൂ ടോട്ടല്. കഴിഞ്ഞ എല്ലാവർക്കും? അപ്പൊ എല്ലാവരും ഈ ഓൺ ടൈമിൽ, അതായത് ഈ എക്സാം കഴിഞ്ഞ ഉടനെ എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്യണം ഫോട്ടോ എടുത്ത് കേട്ടോ. അധികം സമയം കളയാൻ പാടില്ല, അത് നോക്കി എഴുതണ്ട, വേഗം. ഗ്രൂപ്പിലിട്ടാ മതിയോ? എനിക്ക് പേഴ്സണൽ നമ്പർ ഇല്ല എന്റെ. ഇല്ല, അത് ഡിലീറ്റ് ആയി പോയി. നീ ആവശ്യത്തിന് മെസ്സേജ് എന്നെ അയക്കുന്നതാണല്ലോ. ഞാൻ അങ്ങോട്ട് തന്നെ ചെയ്തോ. ഓക്കെ, ഇപ്പോഴും തന്നെ ചെയ്യണേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും റെഡിയല്ലേ? കഴിഞ്ഞില്ല എല്ലാവർക്കും? 3 കൂടെ വേണോ? അല്ല 3 കൂടെ അർത്ഥം വേണോ? അർജുന ഏതൊക്കെയാ വേണ്ടേ? അർത്ഥം 3 കൂടി വേണം. അത് രണ്ടാമത്തെ ഏതാന്നറിയോ? തടിനി. തടിനി എന്ന വാക്കിന്റെ അർത്ഥം തടിനി. 3, കല്ലോലം. 3, കല്ലോലം. എരിയോ? കല്ലോണം. കല്ലോലം. 4, ശ്രേണി. 4 ശ്രേണി. ശ്രേണി എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, മനസ്സിലായോ? 4. അപ്പൊ 1 തരു, 2 തടിനി, 3 കല്ലോലം, 4 ശ്രേണി. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ? എല്ലാവരും മിസ്സിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, ബൈ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠം എടുക്കാം കേട്ടോ. കുഞ്ചൻ നമ്പ്യാരുടെ അടുത്ത പാഠം അത് നമുക്ക് എടുക്കാം. ഓക്കെ, കുഞ്ചൻ നമ്പ്യാരുടെ നളനും അരയന്നവും എന്നൊരു പാഠമാണ് ഇനി എടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ 5ാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാ കുട്ടികളും എഴുതിയെടുക്കണം. പിന്നെ ഞാൻ അതിന്റെ വാക്യത്തെ പ്രയോഗിക്കുന്നതാന്നുള്ളത് എഴുതിത്തരാം. ഗ്രൂപ്പിലിട്ടാ പോരെ? മറ്റേ 5ാമത്തെ പാഠം ഇട്ടാ മതി. ഓക്കെ, എഴുതിയവരെല്ലാരും ഇന്ന് എഴുതണം. എന്തായാലും എഴുതിയിട്ട് ഇന്ന് രാത്രിക്കുള്ളിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരണം. 5ാമത്തെ പാഠത്തിന്റെ നോട്ടും ഇന്ന് രാത്രിക്കുള്ളിൽ 7 മണിക്കുള്ളിൽ എല്ലാവരും സെൻഡ് ചെയ്യണം. ഓക്കെ, എന്തൊക്കെ ഉണ്ടാവണം അതില്? അർത്ഥം ഉണ്ടായിരിക്കണം, 5ാമത്തെ പാഠത്തിന്റെ അർത്ഥം ഉണ്ടായിരിക്കണം, പിന്നെന്താ, ഓപ്പോസിറ്റ് വേർഡ് ഉണ്ടാവണം, പിരിച്ചെഴുതുക ഉണ്ടാവണം, ചേർത്തെഴുതുക ഉണ്ടാവണം, ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളും ഇന്ന് 7 മണിക്ക് മുമ്പേ വാട്സാപ്പിൽ സെൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതിനുശേഷം കിട്ടുന്ന ഞാൻ ഒന്നും പരിഗണിക്കൂല. ഓക്കെ, ബൈ. See you. Bye. കട്ടാക്കണേ. ഇപ്പൊ അയച്ചുതരാം. ഓക്കെ, ഇപ്പൊ അയച്ചോ. ഓക്കെ, ബൈ.